അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചിരുന്നത് ആരതിയെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയല്ലേ മഹേന്ദ്രൻ സാറിൻ്റെ അടുക്ക്. അപ്പോൾ മഹേന്ദ്രൻ സാറ് പറയുകയാണ് പയ്യനോട്, മോനെ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. പരസ്പരം സംസാരിച്ച് ഇഷ്ടപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ പിന്നെ നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. അപ്പോൾ പയ്യൻ്റെ അച്ഛനും പറഞ്ഞു, എന്താടാ പെൺകുട്ടിയോട് തനിച്ച് സംസാരിക്കണമെന്നുണ്ടോ? അപ്പോൾ പയ്യൻ, വേണ്ടച്ചാ, എനിക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി. അപ്പോൾ പയ്യൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ നല്ലോണം സന്തോഷിച്ചു, ചിരിച്ചു. മുത്തശ്ശിയും ജാനകി അമ്മയും മഹേന്ദ്രൻ സാറൊക്കെ നല്ല സന്തോഷത്തിലായി. അടുക്കളയിൽ നിന്ന് ഇത് കേട്ട ചന്ദ്രികയ്ക്ക് എന്താണെന്നറിയില്ല, സന്തോഷിക്കാൻ തോന്നിയില്ല. അപ്പോൾ പയ്യൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, കുട്ടിക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്കതിൽ ഒബ്ജക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഇത് കേട്ട് മഹേന്ദ്ര സാറ് ആരതിയോട് ചോദിച്ചു, എന്താ മോളെ ആരതി, നിനക്ക് സംസാരിക്കണോ? വേണ്ട അങ്കിൾ. ഇത് കേട്ട് പയ്യനും മഹേന്ദ്രൻ സാറും ചിരിച്ചു. അപ്പോൾ മഹേന്ദ്ര സാറ് പിന്നെയും പറഞ്ഞു, രണ്ടുപേരും നാണിച്ച് സംസാരിക്കാതൊന്നിരിക്കണ്ട, എന്താണെങ്കിലും സംസാരിച്ചോളൂ. മുത്തശ്ശി അടക്കം എല്ലാവരും അതിന് സമ്മതം മൂളി. അപ്പോൾ പയ്യൻ പറഞ്ഞു, ആരതിയെ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. എൻ്റെ അനിയത്തിക്ക് സിദ്ധുവിനെയും ഇഷ്ടമായി. സിദ്ധു എൻ്റെ അനിയത്തിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്കും ആരതിയെ കല്യാണം കഴിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് കേട്ട് എല്ലാവരും സംശയത്തോടെ ഒന്ന് അന്തം വിട്ടുപോയി. ചന്ദ്രിക ഇതെല്ലാം കേട്ട് അടുക്കളയുടെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ സാറ് തുടർന്നു, എന്താ ഇത്, പുതിയ കണ്ടീഷനാണല്ലോ? അപ്പോൾ പയ്യൻ്റെ അച്ഛൻ, പുതിയ കണ്ടീഷനൊന്നും അല്ലെന്നേ, ഞങ്ങൾ നേരത്തെ ഇത് ദല്ലാളിനോട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും സംശയത്തോടെ നോക്കി. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇതിന് ഓക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളിവിടെ പെണ്ണ് കാണാൻ വന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ജാനകി അമ്മയെ നോക്കി. ദല്ലാൾ പറഞ്ഞു, അതെ സാർ, അവരുടെ കണ്ടീഷൻ അവർ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ജാനകി അമ്മ പറഞ്ഞു, അതേ ഏട്ടാ, സിദ്ധുവിനോട് ഇക്കാര്യം സംസാരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇവരോട് വരാൻ പറഞ്ഞത്. അതെ. അപ്പോൾ മഹേന്ദ്ര സാർ, അങ്ങനെയാണോ, എന്നാൽ സിദ്ധുവിനെയും വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ അവനും ഓക്കെ പറഞ്ഞ നിശ്ചയം ഒരു ദിവസം തന്നെ നടത്താമല്ലോ. ഇത് കേട്ട് മുത്തശ്ശിയുടെ മുഖമൊക്കെ ആകെ ഒന്ന് മാറി. എല്ലാവരും അത്ര വലിയ സന്തോഷത്തിലല്ലെങ്കിലും ജാനകി അമ്മയും ആരതിയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സിദ്ധുവിനെ കൂടി വിളിക്കൂ, അയാളും പെണ്ണിനെ ഒന്ന് കാണട്ടെ. അപ്പോൾ മഹേന്ദ്ര സാറ് അടുത്തിരുന്ന വാസുവിനോട്, വാസു, നീ പോയി സിദ്ധുവിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ. പയ്യൻ്റെ അച്ഛൻ ദല്ലാളിനോട് ചോദിച്ചു, പയ്യൻ്റെ അഭിപ്രായം കൂടി നമ്മൾ ചോദിക്കണ്ടേ? അപ്പോൾ ദല്ലാൾ പറഞ്ഞു, അതെ, പയ്യനും കൂടി വരട്ടെ, കാണട്ടെ. ഇതെല്ലാം കണ്ട് ജാനകി അമ്മ മനസ്സിലോർത്തു, അയ്യോ, സിദ്ധു എങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമാവുമല്ലോ, അവൻ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ലക്ഷ്മി അമ്മയടക്കം ബാക്കിയുള്ളവരുടെ എല്ലാം മനസ്സിലാകെ ഒരു കലുഷിതമായിരുന്നു, എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത്. അപ്പോൾ സിദ്ധു ആകട്ടെ മുകളിലെ റൂമിൽ തൻ്റെ ലാപ്ടോപ്പിൽ ചന്ദ്രികയുടെ പലതരത്തിലുള്ള ഫോട്ടോകൾ നോക്കി ഒറ്റയ്ക്ക് അങ്ങനെ ചിരിക്കുകയായിരുന്നു. അങ്ങനെ വാസു മോളിൽ പോയി സിദ്ധു എന്ന് വിളിച്ചു. അപ്പോൾ തന്നെ സിദ്ധു ആ ലാപ്പ് പൂട്ടി, അച്ഛാ. അപ്പോൾ വാസു തുടർന്നു, എടാ, ആരതിയെ പെണ്ണ് കാണാൻ വേണ്ടി ചെറുക്കൻ്റെ വീട്ടുകാരും ചെറുക്കനൊക്കെ വന്നിട്ടുണ്ട്. ചെറുക്കൻ്റെ അനിയത്തി സന്ധ്യയും വന്നിട്ടുണ്ട്. നിന്നെ കാണണമെന്ന് അവർക്ക് വലിയ ആഗ്രഹം. അപ്പോൾ തന്നെ ഏകദേശം സിദ്ധുവിൻ്റെ മുഖം മാറി. ഒരു 5 മിനിറ്റ് താഴേക്ക് വന്നിട്ട് പോ. അപ്പോൾ തെല്ല് ഈർഷ്യയോടെ സിദ്ധു, എന്താ അച്ഛാ, ആരതിയല്ലേ പെണ്ണ് കാണാൻ വന്നത്, എന്നോടെന്തിനാ വരാൻ പറയുന്നേ? ഹേയ്, എന്തിനാടാ ഇങ്ങനെ പറയുന്നേ, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? സന്ധ്യയെ നീ വിവാഹം കഴിക്കാൻ സമ്മതിച്ചാലേ ആരതിയെ വിക്രം വിവാഹം കഴിക്കൂ എന്നാണ് പറയുന്നത്. ആരതിക്കാണെങ്കിൽ വിക്രമിനെ വളരെ ഇഷ്ടപ്പെട്ടതാണ്. ആ പെൺകുട്ടി സന്ധ്യയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുള്ള കുട്ടിയാ. ആ പെൺകുട്ടിയെ ഒരു തവണ നീ നേരിൽ കണ്ടാൽ ഉറപ്പായും നിനക്ക് ഇഷ്ടപ്പെടും. ദയവ് ചെയ്ത് ഒന്ന് അങ്ങോട്ട് വന്ന് കാണ്. അപ്പോൾ സിദ്ധുവിന് പിന്നെയും ദേഷ്യം വന്നു. അച്ഛാ, എന്താ അച്ഛാ പറയുന്നേ? ഇതെന്താ ബിസിനസ്സാണോ, ഒന്ന് കൊടുത്തിട്ട് വേറൊന്ന് വാങ്ങാൻ? ഇത് ജീവിതമാണ് അച്ഛാ. എടാ, അവസാന നിമിഷം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അമ്മ നിന്നോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ. നീ വന്നില്ലെങ്കിൽ മുത്തശ്ശനും മഹേന്ദ്രൻ അങ്കിളൊക്കെ എന്ത് വിചാരിക്കൂടാ? വാ.
അച്ഛാ എന്താ അച്ഛാ ഇത്? ഹേയ് പ്ലീസ് വാടാ, ഒരു 5 മിനിറ്റ് വന്ന് തല കാണിച്ചിട്ട് പോ. വാ. അയ്യോ, വാ മോനെ. അങ്ങനെ സിദ്ധുവിനെ അച്ഛൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുക്കളയുടെ പിൻഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രികയെയും അവൻ നോക്കി. എല്ലാവരും സിദ്ധുവിൻ്റെ വരവും കാത്തു നിന്നു. സിദ്ധു ആകട്ടെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ചന്ദ്രികയുടെ അടുത്ത് നിന്ന് അവളെ നോക്കിക്കൊണ്ടിരുന്നു. ഇത് കണ്ട ജാനകിയമ്മ മനസ്സിലോർത്തു, ഈ ചന്ദ്രികയോടാണെങ്കിൽ അടുക്കളയുടെ പിൻഭാഗത്ത് പോകാൻ പറഞ്ഞപ്പോൾ അവളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. പിന്നിൽ നിന്ന് സിറ്റ് ഔട്ട് ഇറങ്ങിയ അച്ഛനാകട്ടെ അവനെ തോളോട് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. വാ സിദ്ധു, വാ വാ മോനെ. സിദ്ധുവിനെ കണ്ട് മഹേന്ദ്ര സാർ പറഞ്ഞു, വാ സിദ്ധു, വാ വാ ഇരിക്ക്. അപ്പോൾ സിദ്ധു, സാരമില്ല. അവൻ പെണ്ണിനെ ഒരു നോക്ക് നോക്കി. അപ്പോൾ ജാനകി അമ്മ അല്പം കാർക്കശത്തോടെ, അമ്മാവൻ പറഞ്ഞത് കേട്ടില്ലേ സിദ്ധു, വാ ഇരിക്ക്. സിദ്ധുവിനാകട്ടെ ഇത് കേട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ദേഷ്യം അണ പൊട്ടി. അവൻ പോയി മഹേന്ദ്രൻ സാറിൻ്റെ അടുത്തിരുന്നു. മഹേന്ദ്രൻ സാറ് സന്ധ്യയെ കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു, സിദ്ധാർത്ഥ്, ഇതാണ് സന്ധ്യ. അപ്പോൾ സന്ധ്യ ചെറിയ പുഞ്ചിരിയോടെ സിദ്ധുവിനോട്, നമസ്കാരം മഹേന്ദ്രൻ സാറ്, വിക്രമിൻ്റെ അനുജത്തിയാണിത്. പിന്നെ പയ്യൻ്റെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ, നീ സന്ധ്യയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ പയ്യൻ ആരതിയെ കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. ഈ വിവാഹം നടക്കണമെങ്കിൽ നിന്റെ തീരുമാനം വളരെ പ്രധാനമാണ്. സിദ്ധു ജാനകി അമ്മയെ നോക്കി. അപ്പോൾ ജാനകി അമ്മ വളരെ ദയനീയമായി സമ്മതിക്കാൻ പറഞ്ഞു. തുടർന്ന് മഹേന്ദ്ര സാറിൻ്റെ ചോദ്യം വന്നു, സിദ്ധു, നിനക്ക് സന്ധ്യ ഇഷ്ടമാണോ? സിദ്ധുവിൻ്റെ ഉത്തരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാറ് പെണ്ണിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നിനക്ക് സിദ്ധുവിന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു, സന്ധ്യ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ മഹേന്ദ്ര സാർ പിന്നെയും പറഞ്ഞു, എന്നാൽ രണ്ടുപേർക്കും മനസ്സ് തുറന്ന് എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ തീരുമാനം പറഞ്ഞാൽ മതി. അപ്പോൾ ഇടയിൽ കയറി ജാനകി അമ്മ പറഞ്ഞു, ഏട്ടാ, ഇതിലിപ്പോൾ എന്താ സംസാരിക്കാനുള്ളത്? സന്ധ്യയെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് സിദ്ധു പറഞ്ഞതാണല്ലോ. ആ കാരണം കൊണ്ടാണല്ലോ ഞാൻ ഇവരുടെ പെണ്ണ് കാണാൻ തന്നെ വരാൻ പറഞ്ഞത്. അപ്പോൾ മഹേന്ദ്ര സാറ് പിന്നെ സിദ്ധുവിനോട്, സത്യമാണോ സിദ്ധാർത്ഥ്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മുഹൂർത്തത്തിൽ നിശ്ചയം നടത്താമോ? അപ്പോൾ ജാനകി അമ്മ, ആ കുറിക്കാലോ ചേട്ടാ. അപ്പോൾ മഹേന്ദ്ര സാറ്, ആ ദല്ലാളെ, ഒരു നല്ല ദിവസം നോക്കി പറയൂ. ആ അതിനെന്താ സർ, അതുപോലെ സമയം കുറിക്കാം. അപ്പോൾ ദല്ലാൾ, അതാ ഇപ്പം തന്നെ നോക്കാം. കുറച്ചു നേരങ്ങൾക്ക് ശേഷം ദല്ലാൾ പറഞ്ഞു, വരുന്ന വെള്ളിയാഴ്ച, ആ ദിവസം പൗർണമി ദിവസമാണ്. അന്ന് നല്ല മുഹൂർത്തമുണ്ട്. അന്ന് തന്നെ വിവാഹ നിശ്ചയം നടത്തി മോതിരമാറ്റവും നടത്താം. ഇതെല്ലാം കേട്ട് അവിടെ ഇരിക്കുന്ന പലരുടെയും മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമാഞ്ഞു. പക്ഷേ സിദ്ധുവിന് ഒറ്റ ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഭാവം. ഇതൊക്കെ കണ്ട് ചന്ദ്രിക മനസ്സിലോർത്തു. സിദ്ധു സാറ് മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ തോന്നുക സാറിന് ആ കുട്ടിയെ ഇഷ്ടമായി എന്ന്. ആ നേരം തന്നെ സിദ്ധുവിൻ്റെ മനസ്സിലും ചിലതൊക്കെ പാഞ്ഞുപോയി. ചന്ദ്രികയെ, നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ വിവാഹം കഴിക്കില്ല, ഇത് സത്യം. ഈ നേരത്ത് വേറൊരാളും കൂടി മനസ്സിലോർത്തു, ജാനകി അമ്മ. സിദ്ധു, നീ ഈ പെൺകുട്ടി വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ വീട്ടിലൊരു ശവം വീഴുമെടാ. അപ്പോൾ ഇതെല്ലാം കണ്ട് മുത്തശ്ശൻ സിദ്ധുവിനോട് ചോദിച്ചു, എന്താ സിദ്ധാർത്ഥ്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പെണ്ണിനോട് സംസാരിക്കേ. അപ്പോൾ ജാനകി അമ്മ അതിൻ്റെ ഇടയിൽ കയറി, അച്ഛാ, അവൻ്റെ കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ, അവൻ കുറച്ച് റിസർവ് ടൈപ്പാ, അധികം ആരോട് സംസാരിക്കാറില്ല. വിവാഹം കഴിഞ്ഞിട്ട് സംസാരിക്കട്ടെ എന്നേ, സാരമില്ല. മഹേന്ദ്രൻ സാറ് പറഞ്ഞു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരെവിടെയെങ്കിലുമൊക്കെ പോയി കാഷ്വലായി സംസാരിക്കട്ടെ. വിവാഹത്തിന് മുൻപ് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അവരുടെ തുടർന്നുള്ള ജീവിതം. അപ്പോൾ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞു, വളരെ സന്തോഷമുണ്ട്. ഞാനും ഇത്രയും വേഗം ഈ ബന്ധം ഉറക്കുമെന്ന് വിചാരിച്ചതേയില്ല. ഞങ്ങളുടെ മകനും മകൾക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം കിട്ടിയതിൽ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഇത് കേട്ട് മഹേന്ദ്ര സാർ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഞങ്ങളും കേട്ടിട്ടുണ്ട്. സ്റ്റീൽ ബിസിനസ്സിൽ നമ്പർ 1 പൊസിഷനിലാണുള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു ബന്ധം കിട്ടാൻ ഞങ്ങളാണ് ഭാഗ്യം ചെയ്തത്. അപ്പോൾ പയ്യൻ്റെ അമ്മ പറഞ്ഞു, ചെറുക്കന് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടാവില്ല. മഹേന്ദ്ര സാറ് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും വേണ്ട, നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ എന്തു കൊടുക്കുന്നോ അത് മതി. ഇത് കേട്ട് പയ്യൻ്റെ ഭാഗത്തുള്ളവർക്ക് വളരെ സന്തോഷമായി. അതുപോലെ ഞങ്ങളും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ.
അപ്പോൾ പയ്യൻ്റെ അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഞങ്ങൾക്കൊന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതി. ദൈവം സഹായിച്ച് ഞങ്ങളുടെ വീട്ടിൽ എല്ലാം ഉണ്ട്. പിന്നല്ലാതെ മനസ്സുകൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മഹേന്ദ്ര സാറും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നു. എൻഗേജ്മെൻറ്റിന് ഇൻവിറ്റേഷൻ അടിച്ചിട്ട് നിങ്ങളെല്ലാവരും വന്ന് കാണാം. വളരെ നന്ദി. വരൂ, നമുക്ക് ഇറങ്ങാം. പോയിട്ട് വരൂ. ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. എല്ലാവർക്കും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങാൻ തുടങ്ങി. പയ്യൻ ആരതിയോട് പ്രത്യേകം ബായ് പറഞ്ഞു. ആരതി തിരിച്ചും. അപ്പോൾ സിദ്ധു എണീറ്റ് നിന്നു. അപ്പോൾ സിദ്ധുവിൻ്റെ പെണ്ണ് സന്ധ്യ, ബായ് സിദ്ധു. അപ്പോൾ സിദ്ധുവും ബായ്. അവർ കുറച്ചപ്പുറത്തേക്ക് മാറിയപ്പോൾ സിദ്ധു രൂക്ഷമായിട്ട് ജാനകി അമ്മയെ നോക്കി. അവൻ തിരിച്ച് സ്റ്റെയർ കേസ് കയറാൻ നേരത്ത് അടുക്കളയുടെ ഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രികയുടെ നോക്കി. അവൻ അല്പം പരിഭവത്തോടെയും അവളാകട്ടെ ദയനീയതയോടെയും ഇങ്ങനെ നോക്കിയ ശേഷം അവൻ സ്റ്റെയർ കേസ് ഓടിക്കയറിപ്പോയി. ഇതൊക്കെ കണ്ട് മുത്തശ്ശിയുടെ മനസ്സിൽ വേറൊരു ചിന്തയായിരുന്നു. എൻ്റെ ചെറുമകൾ മേഘയുടേതല്ലാതെ ആരുടെ കഴുത്തിലും താലി കെട്ടാൻ ഞാൻ സിദ്ധുവിനെ അനുവദിക്കില്ല. ഈ വിവാഹം എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ നേരം ചെറുക്കനും കൂട്ടരും ഇറങ്ങാൻ നേരം എതിർവശത്ത് നിന്ന് വേറൊരു കാറ് വന്നു. അതിൽ നിന്ന് മേഘ ഇറങ്ങി. മേഘ അവരെയൊക്കെ സംശയത്തോടെ നോക്കി. അവരാകട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി. അവൾ ഉള്ളിൽ കയറി വന്ന് മുത്തശ്ശിയെ വിളിച്ചു. മുത്തശ്ശി. അപ്പം മുത്തശ്ശി ദേ വരുന്നു. ഇന്നേരം പയ്യനെയും കൂട്ടരെയും യാത്രയാക്കി മുത്തശ്ശൻ മഹേന്ദ്ര സാറിനോട് പറഞ്ഞു, വേഗം തന്നെ മറ്റേർപ്പാടുകളൊക്കെ ചെയ്യണം. ഇപ്പുറത്ത് മേഘ മുത്തശ്ശിയോട്, ആരാ മുത്തശ്ശി അവരൊക്കെ? എന്തിനാ അവർ വന്നത്? അതെന്തിനാ ചോദിക്കുന്നേ എന്നും പറഞ്ഞ് നടന്ന സംഭവമൊക്കെ മേഘയോട് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ട് അന്തം വിട്ട് മേഘ ചോദിച്ചു, എന്താ മുത്തശ്ശി പറയുന്നേ? സിദ്ധു സന്ധ്യ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെന്നോ? സമ്മതിച്ച പോലെയാ അവൻ മിണ്ടാതിരുന്നത്. അപ്പോൾ മേഘ, ചന്ദ്രികയെ മനസ്സിൽ വെച്ചിട്ട് ഇവളെ എങ്ങനെ വിവാഹം കഴിക്കും? ഛേ, അത് തന്നെ എനിക്കും മനസ്സിലാവാത്തേ. മേഘക്ക് പിന്നെയും ഡൗട്ട്. ഒരുപക്ഷെ ജാനകി അമ്മായിയെ പേടിച്ച് ഈ വിവാഹത്തിന് സമ്മതിച്ചതാണോ എന്തോ. എന്നിട്ട് പറഞ്ഞു, പക്ഷേ ഈ വിവാഹം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് അല്പം വാശിയോടെയും വീറോടെയും പറഞ്ഞു, സിദ്ധു താലി കെട്ടിയാ അത് എൻ്റെ കഴുത്തിൽ തന്നെ ആയിരിക്കും. ഈ നിശ്ചയം മുടക്കിയിട്ട് ചന്ദ്രികയെ അടിച്ച് പുറത്താക്കിയിട്ട് സിദ്ധുവിനെ ഞാൻ തന്നെ കല്യാണം കഴിക്കും മുത്തശ്ശി. അപ്പം മുത്തശ്ശി, നീ വിചാരിക്കുന്നത് നടക്കാനാ ഞാൻ സകല ദൈവത്തെയും വിളിക്കുന്നേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളിൽ ഒരു ദൈവമെങ്കിലും നമ്മളെ സഹായിക്കില്ലേ? പിന്നെയും പറഞ്ഞു, വരുന്ന വെള്ളിയാഴ്ച നിശ്ചയമാണെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്ത് അതാദ്യം തടയാൻ നോക്ക്. മേഘ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ സിദ്ധുവിൻ്റെ മുറിയാണ്. അവനിങ്ങനെ ഓരോന്നും ആലോചിച്ച് നടക്കുകയാണ്. അപ്പോൾ അതിലേ പോയ ആരതി അവൻ്റെ റൂമിലേക്ക് കയറി വന്നു. സിദ്ധു, സന്ധ്യ എന്നെ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. നിന്നോട് സംസാരിക്കണമെന്നാ പറഞ്ഞേ. എന്നോടെന്ത് സംസാരിക്കാൻ? ഒരു പെണ്ണൊരു പയ്യനോട് എന്തിനാ സംസാരിക്കണമെന്ന് പറയുന്നേ നിനക്കറിയില്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് വീൽ ചെയർ ഉരുട്ടി അമ്മയും അച്ഛനും വന്നു. അച്ഛൻ ആരതിയോട്, എന്താ ആരതി, എന്താ കാര്യം? ഒന്നുമില്ല അച്ഛാ, സന്ധ്യ ഫോൺ ചെയ്ത് സിദ്ധുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ജാനകി അമ്മ സിദ്ധുവിനോട്, സന്ധ്യയോട് നിനക്ക് സംസാരിച്ചുവിടടാ. അപ്പോൾ അല്പം ഈർഷ്യയോടെ സിദ്ധു, എനിക്കിപ്പോൾ ആരോട് സംസാരിക്കണ്ട. എന്താടാ സംസാരിക്കാത്തേ? അപ്പോൾ ആരതി പറഞ്ഞു, പാവം പെണ്ണ് കാണാൻ വന്നപ്പോഴും നീ സന്ധ്യയോടൊന്നും സംസാരിച്ചില്ല. ഫോണിലെങ്കിലും ഒന്ന് സംസാരിക്കേ. അപ്പോൾ സിദ്ധു പറഞ്ഞു, ദേ നോക്ക്, നിനക്ക് സംസാരിക്കണമെങ്കിൽ വിക്രമിനോട് സംസാരിക്കേ. എനിക്ക് സന്ധ്യയോട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ജാനകി അമ്മ, സിദ്ധാർത്ഥ്, സന്ധ്യയാണ് നീ വിവാഹം കഴിക്കാന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ അവളോട് സംസാരിക്കാതിട്ട് എന്താ കാര്യം? അവളോട് സംസാരിച്ച് ഇടപഴക് സിദ്ധു. ഇങ്ങനെയൊരു നല്ല ബന്ധം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ. നല്ല കുടുംബം മോനെ, ഇതിനും നല്ലൊരു ബന്ധം നിനക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് കുറച്ചൊക്കെ പറയാം. മേഘയാണ് കാണിക്കുന്നത്. മേഘ സിദ്ധു കല്യാണം കഴിക്കാൻ പോകുന്ന സന്ധ്യയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, അദ്ദേഹം നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിലും നിങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ സന്ധ്യ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. പിന്നെയും മേഘ, സിദ്ധാർത്ഥ് ഒരു പെണ്ണിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. ആ പെണ്ണിനെ അല്ലാതെ വേറെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചത്. സിദ്ധാർത്ഥ് ജീവിതകാലം മുഴുവനും ഈ പെൺകുട്ടിയെ ഓർത്തായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് സിദ്ധാർത്ഥിനെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം നശിച്ചു പോവും. ഇതെല്ലാം കേട്ട് സന്ധ്യ ഞെട്ടിപ്പോയി.
അപ്പോൾ ഇതോടെ അവസാനിച്ചു. നാളെ ഒരു നല്ല എപ്പിസോഡുമായി ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഓക്കെ ബൈ.